നമ്മുടെ തൃത്താല ആശുപത്രിയുടെ കെട്ടിടം പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രയോജനക്ഷമമാവുന്ന തരത്തിൽ കാര്യങ്ങൾ ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളും അടക്കം സന്ദർശിച്ചു. മെഡിക്കൽ ഓഫീസർ കൂടെയുണ്ട്. അതോടൊപ്പം ഇതിന്റെ നിർമ്മാണ ചുമതല PWD ആണ്. PWDയുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ KSEBയുടെ ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉണ്ട്. അപ്പോൾ ഇതിലെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭരണാനുമതി ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ ഒരു പുതിയ ട്രാൻസ്ഫോമർ KSEB സ്ഥാപിച്ചാൽ മാത്രമാണ് അത്തരം ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ച് ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അനുവദിപ്പിച്ച് അതിൻ്റെ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആകെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആകെ ചളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കട്ടയൊക്കെ വിരിച്ച് ആളുകൾക്ക് നല്ല രീതിയിൽ ബിൽഡിങ്ങിനകത്തേക്ക് കയറി വരാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഇടണം എന്നുള്ളൊരാവശ്യം മെഡിക്കൽ ഓഫീസറും മറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുത്തണം എന്ന് അതിൻ്റെ സാധ്യതകൾ നമ്മൾ നോക്കിയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഒരു മിനിമം ഫർണിഷിങ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫാർമസിയിൽ അതിനാവശ്യമുള്ള മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കബോർഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ, അത് അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഏതാണ്ട് ഒരു 1.5 കോടിയോളം രൂപയുടെ ചുറ്റുമതിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിലേക്കുള്ള അപ്രോച്ച് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ നിലയിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് ഭരണാനുമതി നേടി എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും.